എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സൽമ. നമ്മുടെ ഇന്നത്തെ വിഷയം വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. അതായത് എന്താണ് വൈറ്റമിൻ ഡി, അതുപോലെ ഇത് കുറഞ്ഞാലും കൂടിയാലും നമ്മളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരു ഹോർമോണിനെ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇത് കൂടുതലായിട്ടും സൂര്യപ്രകാശത്തു നിന്നും അതുപോലെ ചില ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വൈറ്റമിൻ ഡി കൂടുതലായിട്ട് ഫാറ്റ് സെല്ലുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന സമയത്ത് കരളിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തന ഫലമായിട്ടാണ് വൈറ്റമിൻ ഡി ഒരു ആക്റ്റീവ് ഫോമിലേക്കാക്കി മാറ്റപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തെ സുഗമമാക്കുന്നത് അല്ലെങ്കിൽ ആഗിരണത്തെ ചെയ്യുന്നത് ഈ ഒരു വൈറ്റമിൻ ഡി ആണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ലഭിക്കുവാൻ ഈ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകൾ, അതായത് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസറുകളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെ ക്രമീകരിച്ച് കൊണ്ടുപോകാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ, അതായത് 20 നാനോഗ്രാം പെർ ml താഴെയാകുമ്പോൾ പലപ്പോഴും നമ്മളിതിനെ ഡെഫിഷ്യൻസി എന്ന് പറയാറുണ്ട്. ഇത്തരം ഡെഫിഷ്യൻസികൾക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആഹാര കാര്യങ്ങൾ കൊണ്ടും മാത്രമല്ല, ചിലപ്പോൾ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട്, അതായത് അൾസറേറ്റീവ് കോളൈറ്റിസ്, അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് മുതലായ അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസികൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലമായിട്ട്, അതായത് ആൻറ്റി ഫംഗൽ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് മുതലായ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി കാരണം, അതായത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ തടസ്സപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ച തടസ്സപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഇതിനെതിരെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ലക്ഷണങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അതായത് കൊച്ചുകുട്ടികളിൽ, പ്രത്യേകിച്ചും 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന റിക്കറ്റ്സ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. ഇത്തരം കുഞ്ഞുങ്ങളിൽ എല്ലുകളുടെ വളർച്ച ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെ എല്ലുകൾ വളഞ്ഞു പോകുവാനും നീളം കുറഞ്ഞു വരാനും കാരണമാകാറുണ്ട്. മാത്രമല്ല ഇത്തരം കുഞ്ഞുങ്ങൾ വളർച്ച തടസ്സപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ കാൽസ്യം ലെവൽ കുറയുന്നത് കൊണ്ടും ഇത്തരം കുഞ്ഞുങ്ങളിൽ അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനും കാരണമാകാറുണ്ട്. മുതിർന്നവരിൽ വരുമ്പോഴേക്കും ഈ റിക്കറ്റ്സിന് നമ്മൾ പലപ്പോഴും ഓസ്റ്റിയോമലേഷ്യ എന്നൊരു രോഗാവസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരം ആൾക്കാരിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ബോൺ പെയിൻ, അതുപോലെ മസിൽ പെയിൻ ഈ ഒരു വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. മാത്രമല്ല എപ്പോഴും ക്ഷീണമുണ്ടാകുക, എപ്പോഴും സുഖമില്ല, എനിക്കൊന്നും വയ്യ എന്നുള്ള ഒരു തോന്നലുണ്ടാകുക, അതുപോലെ തന്നെ ഇരുന്നിട സ്ഥലത്തു നിന്നും എണീറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പുകൾ കയറി പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ ഒരു വൈറ്റമിൻ ഡിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് കാണാറുണ്ട്. മാത്രമല്ല മുറിവുകൾ ഉണങ്ങുവാൻ കാലതാമസം ഏറ്റെടുക്കുക, അതുപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുക, ഇതൊക്കെ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് കാണാറുണ്ട്. ശക്തമായിട്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലും ഈ ഒരു ഡെഫിഷ്യൻസി കാണാറുണ്ട്. കാരണം ഇത് ഹെയർ ഫോളിക്കളുടെ വളർച്ചയെ തടസ്സപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിയുകയും പുതിയ മുടികൾ ഉണ്ടാകാതിരിക്കാനും കാരണമാകാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്കൊരു രക്തപരിശോധനയിലൂടെ ഇതിൻ്റെ അളവ് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും എല്ലുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എക്സ്റേ പോലുള്ള പരിശോധനകളും ആവശ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് ശരിയായ രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ആഹാര കാര്യത്തിലും നമ്മുടെ ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ആഹാര കാര്യങ്ങൾ പ്രത്യേകിച്ചും കടൽ മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് അയല, മത്തി പോലുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ പ്രത്യേകിച്ചും ഓറഞ്ച് ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുട്ടയുടെ മഞ്ഞ ധാരാളം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നട്ട്സുകൾ ആഹാരകാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പച്ചക്കറിയിൽ പ്രത്യേകിച്ചും മഷ്റൂം ധാരാളം കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ പലപ്പോഴും ഇത്തരം ഡെഫിഷ്യൻസികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും ഉപയോഗിക്കാറുണ്ട്. ഇത്തരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം ഇതും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും.
ഇത്തരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് നമ്മൾ തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ ഇതിൻ്റെ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം വൈറ്റമിൻ ഡി ഉപയോഗിക്കുമ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റായി, അതായത് ഈ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോക്സിസിറ്റി, അതായത് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം വൈറ്റമിൻ ഡി അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മുടെ കാൽസ്യം ലെവൽ അമിതമായിട്ട് വർദ്ധിക്കുകയും ഇത് കാൽസ്യം ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ മുതലായ അസുഖങ്ങളും, അതുപോലെ മനം പെരട്ടുക, ഛർദ്ദിക്കാൻ വരിക, മലബന്ധമുണ്ടാകുക, അതുപോലെ തന്നെ വയർ അപ്സെറ്റ് ആകുക, വിശപ്പില്ലായ്മ മുതലായ ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു വൈറ്റമിൻ ഡിയുടെ അളവിന് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാവുന്നതാണ്. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാവുന്നതാണ്. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.